ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആദിലയും നൂറയും ലൈവിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആയതിൽ പിന്നെ ഇന്നാണെന്ന് തോന്നുന്നു തമ്മിൽ ഇത്തിരി ഒരു അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ജയിൽ നോമിനേഷന്റെ സമയത്ത് ആദിലെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആരോ പറഞ്ഞിരുന്നു നൂറയുടെ നിഴലായി മാറിയിരിക്കുകയാണ് ആദില എന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടി ആ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ചയാണ്. 10 മിനിറ്റോളം നീണ്ടു നിന്നൊരു ചർച്ചയായിരുന്നു. നൂറ പറയുന്നുണ്ട്, നമ്മൾ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ബേബീനെ സംസാരിക്കാൻ ഉന്തിത്തള്ളി വിടുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ നൂറ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോഴേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, ബേബി അങ്ങനെ തള്ളി വിടേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആദില പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദില എപ്പോഴും കളിക്കുന്ന പോലെ മറ്റേ ഞാൻ സംസാരിക്കാൻ തോന്നുമ്പോൾ ഞാൻ സംസാരിക്കും രീതിയിലുള്ള ഒരു ടോക്ക് നടന്നുണ്ട് ആദില. എന്നിട്ട് പിന്നെയുള്ളത് ഫുൾ ലൂസ് ടോക്സ് ആയിരുന്നു. ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സംസാരമൊന്നും ഇവർ തമ്മിൽ ഉണ്ടായില്ല. എന്നിട്ട് ഇവര് തമ്മിലുള്ള ഒരു സംസാരത്തിനിടയ്ക്ക് നൂറ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ബേബിയായിട്ട് കച്ചറ ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നൊരു കാര്യം. വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലൊരു സംഭവം നമ്മൾ കാണുമോ? അതിനുള്ളൊരു സൂചനയാണോ ഇത്? രണ്ടുപേരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആയതിനാൽ ചിലപ്പോൾ കണ്ടേക്കാം. കാരണം അതിലെ വീക്കാണ് എന്നൊരു പോയിന്റ് നൂറ പറയാതെ പറയുന്നുണ്ടായിരുന്നു. ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയ്ക്ക് നൂറ അത് പറയുന്നുണ്ട്, അതിലെ വീക്കാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് അത്രയും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ആദിലേക്ക് നൂറ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ജയിൽ നോമിനേഷന്റെ സമയത്ത് നിഴൽ എന്നൊരു പ്രയോഗവും അവിടെ 1-2 പേര് നടത്തിയിരുന്നു. ഇതെല്ലാം ചിലപ്പോ ഇങ്ങനെ ഒരു ഫൈറ്റിന് വഴി ഒരുക്കിയേക്കാം. രണ്ടുപേരുടെയും ഈ ഒരു ചർച്ച കേട്ടിട്ട് ജസ്റ്റ് എന്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയുകയാണ്, കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.